2 സഹസ്രാബ്ദങ്ങൾ നീണ്ട തിരുസഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരേടായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. 1962 ഒക്ടോബർ 11 ആരംഭിച്ച കൗൺസിൽ ആധുനിക ലോകത്തേക്കുള്ള സഭയുടെ വാതിലുകൾ തുറക്കുന്നതായിരുന്നു. പ്രത്യക്ഷവും പരോക്ഷവുമായി സഭയെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ട കൗൺസിലിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ അളക്കാനാവാത്തതാണ്. വലിയ പരിവർത്തനങ്ങൾക്കും ആത്മീയ കാഴ്ചപ്പാടുകളിലെ നവീകരണത്തിനും കൗൺസിൽ കാരണമായി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തുടർന്ന് സംഭവിച്ച കരിസ്മാറ്റിക് നവീകരണം. ആധുനിക ലോകത്തിന് ദൈവം സമ്മാനമായി നൽകിയ പുതിയ പന്തക്കുസ്ത അനുഭവമായിരുന്നു അത്. വിശുദ്ധ ജോൺ 23 പാപ്പയുടെ ബോധ്യത്തിലേക്കാണ് നവീകരണത്തെക്കുറിച്ചുള്ള വലിയ സന്ദേശം ദൈവം നിക്ഷേപിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച ആ കാഴ്ചപ്പാടായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിലേക്ക് സഭയെ നയിച്ചത്. പരിശുദ്ധനായ യോഹന്നാൻ 23 മാർപ്പാപ്പ ജഡത ബാധിച്ചുകൊണ്ടിരിക്കുന്ന സഭാ സമൂഹത്തെ നോക്കിക്കൊണ്ട് വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ പകർന്നു കൊടുക്കാൻ സഭ സജ്ജമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, രണ്ടാമത്തെ ഒരു പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയോടുള്ള സ്വർഗത്തിൻ്റെ പ്രത്യുത്തരമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലും. അതിലൂടെ സഭയിൽ മാത്രമല്ല ലോകത്തിന് മുഴുവനും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയായി തീർന്നു. സഭയിൽ സമൂലമായ ഒരു നവീകരണം ആവശ്യമാണ് എന്ന ബോധ്യം വിശുദ്ധ ജോൺ 23 പാപ്പായ്ക്ക് ദൈവം നൽകിയ നാളുകളിൽ അപ്രകാരമൊരു മാറ്റം വേണ്ടതുണ്ട് എന്ന ചിന്ത പലർക്കും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ സഭാ സമൂഹം ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിൽ വന്നുചേർന്നിരുന്ന യാന്ത്രികതയും മരവിപ്പും ഒരു വലിയ നവീകരണത്തിലൂടെ അതിജീവിക്കാനുള്ള പരിശ്രമമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടത്തിയത്. കൗൺസിലിന്റെ ആഹ്വാനം ഹൃദയത്തിൽ ഏറ്റെടുത്ത വിശ്വാസി സമൂഹങ്ങളിലൂടെ കരിസ്മാറ്റിക് നവീകരണത്തിനും ആരംഭമായി. 1962 ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൗൺസിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയായിരുന്നു. കൗൺസിൽ വിളിച്ചുകൂട്ടിയ വിശുദ്ധനായ ജോൺ 23 മാർപ്പാപ്പ കൗൺസിലിനെ ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. ആധുനിക യുഗത്തിൻ്റെ പുതിയ വസന്തം കാലഘട്ടത്തെ നവീകരിക്കാനായിട്ട് കൗൺസിൽ കാരണമായി. ജോൺ 23 മാർപ്പാപ്പ സുനോദോസ് ആരംഭിച്ച അവസരത്തിൽ വളരെ ശക്തമായൊരു പ്രാർത്ഥന നടത്തി. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് സഭയെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സഭയിൽ അനേകം പുതിയ പ്രാർത്ഥനാഭിമുഖ്യങ്ങൾ, പുതിയ ജീവിത രീതികളുമൊക്കെ സംജാതമായിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് സഭാ നവീകരണത്തിന്. പ്രബോധനങ്ങൾ ഈ കാലത്തിന് നിരക്കുന്ന വിധം നവീകരിച്ചെടുക്കുകയും ഉറവിടങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് വലിയ ഒരു മുന്നേറ്റത്തിന് കാരണമായി തീർന്നു വത്തിക്കാൻ കൗൺസിൽ എന്ന ആ മഹാസംഭവം. ഈ മഹാസംഭവത്തിൻ്റെ ചലനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പിന്നീട് രൂപപ്പെട്ടു വന്നതാണ് കരിസ്മാറ്റിക് നവീകരണ പുസ്തകം. കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആരംഭകാലം ഒരുപക്ഷെ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നില്ല. കഴിവുറ്റവരും പ്രഗത്ഭരും വലിയ ആത്മീയ ദർശനങ്ങളുള്ളവരുമായ ഒരു സമൂഹത്തെ അല്ല അതിൻ്റെ തുടക്കക്കാരായി
ദൈവം തെരഞ്ഞെടുത്തത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതുപോലെ എളിയവരും ദുർബലരുമായ അമേരിക്കയിലെ ഒരുപറ്റം വിദ്യാർത്ഥികളാണ് ആ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1966 അത്. തിരുസഭാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഗൗരവമായി കരുതാനിടയായ ഒരു ചെറിയ സമൂഹം അന്ന് അമേരിക്കൻ ഐക്യനാടുകളിൽ പിറ്റ്സ്ബർഗിൽ ഡുക്കെയിൽ സർവകലാശാലയിലുണ്ടായിരുന്നു എന്ന ചരിത്രം പറയുക. 25 വിദ്യാർത്ഥികളും അവരെ നയിക്കുന്ന അവരുടെ പാസ്റ്ററും അവർക്ക് ഗൈഡൻസ് നൽകുന്ന 2 അധ്യാപകരും അവൾ ഒരാളുടെ ഭാര്യയും, അങ്ങനെ 29 പേര് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത്തെ പെന്തക്കോസ്തായിലുണ്ടായ അതേ അനുഭവം സ്വീകരിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചു. തുടർന്ന് ഇന്ത്യാനയിലെ യൂണിവേഴ്സിറ്റി കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഇടയിൽ അത് പടർന്നു. താമസിയാതെ കാനഡയിലേക്കും അവിടെയും കലാലയ അന്തരീക്ഷം തന്നെയാണ് വ്യാപിക്കുക. ചുരുങ്ങിയ കാലം കൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ വിവിധ ഭാഗങ്ങളിലേക്കും കാനഡയിലേക്കും ക്രമേണ യൂറോപ്പിലേക്കും ഈ നവീകരണ തരംഗങ്ങൾ, ജ്വാല വ്യാപിക്കാൻ തുടങ്ങി എന്ന ചരിത്രം പറയുക. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ അനേകർക്ക് ആവേശമായി മാറി. പുതിയ പ്രാർത്ഥനാ രീതിയും അതിൻ്റെ ഫലപ്രാപ്തിയും അത് നൽകിയ ആത്മീയ ഉണർവും വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു നന്മയുടെ വിപ്ലവമായിരുന്നു അത്. അതിനു മുൻപും ശേഷവും ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആഗോള സഭയെ മാമോദീസ വഴി സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും സഭാ സമൂഹത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിലൂടെ ഒരു ഉണർവിലേക്ക്, ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുവന്ന് സഭ മുഴുവനെയും ലോക സുവിശേഷവൽക്കരണത്തിന് പ്രാപ്തയാക്കുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയാം. ആത്മാഭിഷേകത്തിൻ്റെ അനുഭവമാണ്, ആത്മാഭിഷേകത്തിൻ്റെ നവീകരണമാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അന്തസത്ത. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനങ്ങൾ കൂടുതൽ അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച് ആ പ്രചോദനത്താൽ ജീവിക്കുന്നതിന് ആളുകൾ മുന്നോട്ടിറങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ഫലങ്ങളും ജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമായി തീരും. അപ്പോൾ ദൈവജനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളുമൊക്കെ അനുഭവിക്കാനും സ്വീകരിക്കാനുമുള്ള അവസരവും കൂടുതൽ ലഭിച്ചു. ഒരുപക്ഷെ ആദിമസഭയുടെ അനുഭവത്തിലേക്കുള്ളൊരു മടക്കം. അമേരിക്കയിൽ രൂപം കൊണ്ട കരിസ്മാറ്റിക് നവീകരണം ഭാരതത്തിലേക്ക് എത്തിയത് 6 വർഷങ്ങൾക്ക് ശേഷം 1972 ബോംബെ സ്വദേശികളായ ദമ്പതിമാരിലൂടെ ഇവിടെ എത്തിയ നവീകരണത്തിന്റെ സന്ദേശം കേരള സഭയിലും ഒരു അഗ്നിയായി മാറുവാൻ ഏറെക്കാലം വേണ്ടി വന്നില്ല. അങ്ങനെ ലോകവ്യാപകമായിട്ട് തീർന്ന ഈ നവീകരണത്തിൻ്റെ ചുറ്റോളം ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നത് പറയുക 1972 ആ ഇടയ്ക്ക് അമേരിക്കയിലെ ഫോർഡം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന പാർസി മതവിശ്വാസിയായി, കത്തോലിക്ക വിശ്വാസിയായി തീർന്ന മീനു എൻജിനീയർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസ് മരിയ എൻജിനീയർ, അവർ പഠനവും അല്ലെങ്കിൽ കുറേ നാളത്തെ ജോലിയും കഴിഞ്ഞ് ബോംബെയിൽ തിരിച്ചു വന്നപ്പോൾ അന്വേഷിച്ചു കരിസ്മാറ്റിക് നവീകരണത്തെ പ്രവർത്തകർ ഇവിടെ ഉണ്ടോ, പ്രാർത്ഥനാ രൂപങ്ങളുണ്ടോ എന്ന്. അവർക്ക് ആരെയും കണ്ടെത്താനായില്ല. ഏതാണ്ട് ബാന്ദ്രയിലായിരിക്കണം അവർ ആദ്യത്തെ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പായി ഭാരതത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് കൂട്ടായ്മ. അതിൽ നിന്ന് വൈദികരും, ഫാദർ ഫിയോയും ഫാദർ റൂഫസും മറ്റു വൈദികരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടു. ബോംബെയുടെ വിവിധ ഭാഗങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണം പടർന്നു. അത് ആദ്യം മറ്റ് സിസ്റ്റേഴ്സിൻ്റെ ഇടയിലും അച്ഛന്മാരുടെ ഇടയിലുമൊക്കെയാണ് അത് പടർന്നത്. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥന, തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കുന്ന ശീലം, അങ്ങനെ വചനബദ്ധമായ രീതിയിലും ക്രിസ്തു കേന്ദ്രീകൃതമായ രീതിയിലും ഒരാത്മീയതയ്ക്ക് ആക്കം തുടങ്ങാൻ, ആക്കം കിട്ടാൻ ഇടയായ സംഭവങ്ങളാണ് തുടർന്നുണ്ടായത്. 1976 കേരളത്തിൽ ചിലർ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിലേക്ക് കടന്നുവന്നു.
ആലുവ മംഗലപ്പുഴ സെമിനാരിയിലും കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിലും പ്രൊവിഡൻസ് കോളേജിലും എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജിലും മറ്റുമാണ് ആദ്യമായി കരിസ്മാറ്റിക് സെമിനാറുകൾ നടന്നത്. ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ നവപെന്തക്കോസ്ത അനുഭവവും തീ പോലെ ആളിപ്പടരാൻ ആരംഭിച്ചു. 1976 ഡിസംബർ ആരംഭത്തിൽ മംഗലപ്പുഴ സെമിനാരിൽ വെച്ച്, അത് തിയോളജി വിഭാഗമാണ്, അവിടെ ധ്യാനം നടന്നു. അതിലാണ് പരേതനായ ജെറോം ഫെർണാണ്ടസ് പിതാവ്, കൊല്ലം ബിഷപ്പാണെന്ന് റിട്ടയർഡാണ്, അദ്ദേഹം അതിൽ പങ്കെടുത്തു. എറണാകുളത്ത് സഹായമെത്രാനായിരുന്ന സെബാസ്റ്റ്യൻ മങ്കുഴി പിതാവ് അതിൽ പങ്കെടുത്തു. അങ്ങനെ പ്രൊഫസേഴ്സും ഏതാനും സ്റ്റുഡൻസും പങ്കെടുത്ത്. ഒരുപക്ഷെ അത് കേരളത്തിലെ നല്ലൊരു ചേഞ്ച് വന്ന ഈ നവീകരണത്തോടൊരു ആഭിമുഖ്യം ഉണ്ടാകാനും അതിൻ്റെ ധന്യത മനസ്സിലാക്കാനിടയായ ഒരു ധ്യാനമാണ്. ഏതായാലും 76 തന്നെ കോഴിക്കോട് പ്രോവിഡൻസ് കോളേജിലും ക്രൈസ്റ്റ് കോളേജിലും ഓരോ ധ്യാനം നടന്നു. ബോംബെയിൽ നിന്ന് വന്ന ടീമംഗങ്ങളാണ്. ആദ്യ അനുഭവം ബോംബെയിലുണ്ടായിരുന്നവരാണ് നേതൃത്വം കൊടുത്തത്. അങ്ങനെയും ധ്യാനം ഇവിടെ പ്രചരിക്കാൻ ഇടയായി. എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഏതാണ്ട് ആ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടാനായിട്ട് 1976 തന്നെ ഒന്ന് ബന്ധപ്പെടാനായിട്ട് ഇടവന്നു. ബോംബെയിൽ നിന്ന് ഫാദർ ഫിയോയും, അദ്ദേഹം പിന്നീട് നാഷണൽ ചെയർമാനൊക്കെ ആയിരുന്നു, ഫാദർ ഫിയോയും വളരെ സജീവമായിട്ട് കരിസ്മാറ്റിക് അന്ന് പ്രവർത്തകനായിരുന്ന ഫാദർ റൂഫസും, പിന്നെ ഇവിടെ മംഗലപ്പുഴ സെമിനാരിയിൽ അന്ന് പഠിപ്പിച്ചിരുന്ന ഫാദർ മാർസലീനോ ഇറാഗിയും, അദ്ദേഹം സ്പാനിഷ് വൈദികനാണ്. ഇവർ 3 പേരും കൂടിയാണ് എറണാകുളത്ത് സെൻറ്റ് തെരേസസ് കോളേജിൽ വെച്ച് നടന്ന ഒരു കരിസ്മാറ്റിക് സെമിനാർ, ഒരു 4 ദിവസത്തെ ഒരു കരിസ്മാറ്റിക് സെമിനാർ നടത്തിയത്. അതിൻ്റെ തലയാഴ്ച അവർ തന്നെ കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ വെച്ച്, അത് ജസ്വിറ്റ് അച്ഛന്മാരുടെ അവർ നടത്തുന്ന ഒരു ധ്യാന സെൻറ്റർ പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് 76 തന്നെ ഒരു കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടായിരുന്നു. ഇന്നും നവീകരണ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പലരും അതിൽ പങ്കെടുത്തു. കേവലം 2 വർഷങ്ങൾ കൊണ്ട് കരിസ്മാറ്റിക് നവീകരണ രംഗത്തേക്ക് അനേകർ കടന്നുവന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകർന്ന് ഏകോപിപ്പിക്കുന്നതിനായി കേരള സർവീസ് ടീം നിലവിൽ വന്നത് നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. അന്നു മുതൽ ശക്തമായ ഒരു നേതൃത്വം കേരള കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിനുണ്ട്. പല സ്ഥലങ്ങളിലും നല്ല പ്രാർത്ഥനാ ഗ്രൂപ്പുകളും വരദാനങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടായ്മകളുമൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു 77 ആയപ്പോൾ തന്നെ. അപ്പോൾ ഈ തരത്തിലുള്ള നേതാക്കളെ ഒന്ന് വിളിച്ചു കൂട്ടണമെന്നുള്ളൊരു ആഗ്രഹമാണ് ജെറോം പിതാവ് അന്ന് പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, പല കൺസൾട്ടേഷൻസ് നടത്തി, പലരുമായിട്ടിരുന്നു. ഒരു 100 ചില്ലാനം പേരുടെ ഒരു ലിസ്റ്റ്, അന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൽ അപ്പോൾ തന്നെ സജീവമായിട്ടുള്ള 100 ചില്ലാനം പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ജെറോം പിതാവ് തന്നെ താല്പര്യമെടുത്ത ദേശീയ സർവീസ് ടീം, നാഷണൽ സർവീസ് ടീമിലെ ഫാദർ ഫിയോയോട് ചോദിച്ചു, ഇവർക്ക് വേണ്ടിയിട്ടൊരു നേതൃത്വ പരിശീലനമാകാമോ എന്ന് ചോദിച്ചു. അങ്ങനെ 78 ഫെബ്രുവരിയിൽ ഒരു പരിശീലനം തീരുമാനിച്ചു. 78 ഫെബ്രുവരിയിൽ എറണാകുളത്തിനടുത്ത് മഞ്ഞുമൽ വെച്ച് CRC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് 100 അടുത്ത് അന്നുള്ള എല്ലാ കരിസ്മാറ്റിക് പ്രഘോഷകരുടെയും നേതാക്കളുടെയും ലീഡേഴ്സിൻ്റെയും ഒക്കെയുള്ള ഒരു പരിശീലനം ഈ 78 ഫെബ്രുവരിയിൽ മഞ്ഞുമൽ വെച്ച് നടന്നു. അത് വളരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു വലിയൊരു കാൽവയ്പായിരുന്നു അത്. കേരള മെത്രാൻ സമിതിയും കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി രംഗത്തുണ്ടായിരുന്നു. ഇന്ന് KCBCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കരിസ്മാറ്റിക് കമ്മീഷനും മെത്രാൻ സമിതിയും ഈ രംഗത്ത് സജീവമാണ്. 2002 മുതൽ KCBCയുടെ ആഭിമുഖ്യത്തിൽ തന്നെ നവീകരണ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതിനുള്ള മെത്രാന്മാരുടെ സമിതിയുണ്ട്. 2005 മുതൽ KCBC കരിസ്മാറ്റിക് കമ്മീഷനുണ്ട്. അപ്പോൾ തീർച്ചയായും സഭ തന്നെ ഈ നവീകരണം ഏറ്റെടുത്ത് ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ ആത്മായ പ്രേക്ഷിതത്വത്തിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാനും അതിൻ്റെ ഫലം അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
കരിസ്മാറ്റിക് നവീകരണത്തെ സഭാസമൂഹം ഏറ്റെടുത്ത കാലത്ത് സഭാധ്യക്ഷനായിരുന്ന പോൾ ആറാമൻ പാപ്പ മുതൽ ഫ്രാൻസിസ് പാപ്പ വരെയുള്ള എല്ലാ മാർപ്പാപ്പമാരും സഭയിലേക്കിറങ്ങി വന്ന പുതിയ പന്തക്കുസ്തായെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചവരാണ്. എല്ലാ വിധത്തിലും അവർ കരിസ്മാറ്റിക് നവീകരണത്തെ പ്രോത്സാഹിപ്പിച്ചു പോന്നു. ഏറ്റവും ഒടുവിൽ 2019 കരിസ്മാറ്റിക് നവീകരണത്തെ വളർച്ചയുടെ പുതിയ പടവുകളിലേക്ക് നയിക്കുന്നതിനായി ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച പുതിയ സംവിധാനമാണ് കാരിസ്. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കരിസ്മാറ്റിക് നവീകരണ കൂട്ടായ്മകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനും സഭാത്മകമായി നിലനിർത്തുവാനും കാരിസ് സഹായിക്കും. കഴിഞ്ഞ പന്തക്കുസ്ത തിരുനാളിലാണ് കാരിസ് ആരംഭം കുറിച്ചത്. ആഗോളതലത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന് മാർഗനിർദ്ദേശവും സഹായങ്ങളും നൽകുവാനായി 2019 വത്തിക്കാനിൽ നിന്ന് കാരിസ് രൂപം കൊണ്ടെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ കേരള സഭയിൽ അതിനു വ്യക്തമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. കേരള സർവീസ് ടീം എന്ന KSTക്ക് പുറമെ മെത്രാൻ സംഘത്തിന്റെ പ്രത്യേക മേൽനോട്ടവും കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം മുതലേയുണ്ട്. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള കേരള കരിസ്മാറ്റിക് നവീകരണ സമൂഹത്തിന്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ്. കേരളത്തിലെ നവീകരണം ലോകത്തിന് മാതൃകയാണ് സത്യത്തിൽ. കാരണം കേരളത്തിൽ വളരെ കൃത്യമായ സംവിധാനങ്ങൾക്കകത്ത് എന്നുവെച്ച് ചൂടും വെളിച്ചവും കടക്കാത്ത സംവിധാനങ്ങളല്ല. പ്രത്യേകിച്ച് KST, കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ KST, സോണുകളിൽ സർവീസ് ടീം, അതുപോലെ തന്നെ ഒരു ധ്യാന ടീമുകൾ, ധ്യാന സമൂഹങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, പ്രാർത്ഥനാ സമൂഹങ്ങൾ ഇങ്ങനെ വളർന്ന് വളരെ കൃത്യമായ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഒത്തുചേരലുകൾ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ധാരാളം ഒത്തുചേരലുകൾ കേരള നവീകരണത്തെ വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് കോൺഫറൻസ് കേരളത്തിലെ നവീകരണത്തെ വളരെ കൃത്യമായ ദിശയിൽ വളർത്തിയ അഖില കേരള ഒത്തുചേരലുകളാണ് ഗ്രാൻഡ് കോൺഫറൻസുകൾ നവീകരണത്തിന് നല്ല ദർശനം നൽകിയത്. അതുപോലെ തന്നെ കേരളത്തിൽ വെച്ച് 2-3 നാഷണൽ കൺവെൻഷനുകൾ നടന്നു. തേവരയിൽ വെച്ചും കളമശ്ശേരിയിൽ വെച്ചും ഡിവൈനിൽ വെച്ചും ഒക്കെ നാഷണൽ കൺവെൻഷനുകൾ ദേശീയ തലത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തെ ഒരുമിച്ച് ചേർത്തു. വലിയ വ്യാപ്തി കിട്ടി. കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ചരിത്രം 5 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ സഭയിലും സമൂഹത്തിലും കരിസ്മാറ്റിക് നവീകരണം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അടിസ്ഥാനപരമായി കരിസ്മാറ്റിക് നവീകരണം വ്യക്തികളിലാണ് സംഭവിച്ചിട്ടുള്ളത്. തിരുവചനത്തോടുള്ള താൽപ്പര്യവും വചനം ജീവിതത്തിൽ പകർത്താനുള്ള ആവേശവും വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ ആളിപ്പടർന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അത്ഭുതകരമായിരുന്നു. എന്താണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ 50 ആണ്ടുകൾ പിന്നിടുമ്പോൾ സംഭവിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള വലിയൊരു ആദരവും സ്നേഹവും സഭയിൽ കൂടുതലായി വന്നു. വചനം കേൾക്കാനും വചനം വായിക്കാനും വചനം ധ്യാനിക്കാനും വചനം പ്രഘോഷിക്കാനും വചനത്തിന് സാക്ഷ്യം നൽകാനും വ്യക്തികൾ, കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, ഇടവക സമൂഹങ്ങൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. www.vatican.va വത്തിക്കാൻ്റെ വെബ്സൈറ്റാണ്. വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ ലെയ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് അൽമായരെക്കുറിച്ചുള്ളൊരു വിഭാഗം തന്നെയുണ്ട്. ആ അൽമായരെക്കുറിച്ചുള്ളൊരു വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള 100 കണക്കിന് പ്രസ്ഥാനങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. 100 കണക്കിന് അന്തർദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ലിസ്റ്റ് ഈ വത്തിക്കാൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതിലൊട്ടുമുക്കാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. കരിസ്മാറ്റിക് നവീകരണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. പല പ്രസ്ഥാനങ്ങളും ഒരു വിധത്തിൽ കരിസ്മാറ്റിക് നവീകരണം പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ വൈവിധ്യമാർന്നതാണ്.
പാവങ്ങളിൽ കർത്താവിൻ്റെ മുഖം കാണാനുള്ള ഒരു കണ്ണ് തെളിഞ്ഞു. ആ ഒരു കാഴ്ചപ്പാട് വർദ്ധമാനമായപ്പോൾ ഇതുപോലെയുള്ള ജീവകാരുണ്യ സംരംഭങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായി വന്നു. അങ്ങനെ കൊച്ചു കൊച്ചു ആശ്രമങ്ങളെന്ന് പോലും വിശേഷിപ്പിക്കുന്ന വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ പിൻബലത്തോടു കൂടിയ സംവിധാനങ്ങൾ ധാരാളമായിട്ട് പൊട്ടിമുളയ്ക്കുന്നതിനൊക്കെ ഇത് കാരണമായി തീർന്നു. ആദിമസഭയുടെ ചൈതന്യത്തിലുണ്ടായിരുന്ന കുടുംബങ്ങൾ എവിടെയോ സ്വാർത്ഥതയാൽ പൊങ്ങിയപ്പോൾ അതിനുമപ്പുറത്തേക്ക് അപരൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ, അയൽവക്കക്കാരൻ്റെ വേദന കാണാൻ, അവൻ്റെ ഹൃദയനൊമ്പരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുടുംബങ്ങളെ പ്രേരിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ കരിസ്മാറ്റിക് നവീകരണമാണ്. ഇന്ന് കേരളത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് ആരോരും ഇല്ലാതെ വഴിയെ നടക്കുന്നവർക്ക് വേണ്ടി, ഒരുപക്ഷെ മാനസിക രോഗം ഉള്ളവർക്ക് വേണ്ടി, ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ തുറന്നിട്ട വീടുകൾ പോലും ഇന്ന് കേരള സഭയിൽ എത്രയധികമാണ്. ഇതെല്ലാം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്ന ആളുകളിൽ കർത്താവ് കൊടുത്ത പ്രചോദനത്തിൻ്റെ. ശരിക്കും കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട്, സഭയുടെ നവീകരണത്തിന് എന്ന ചൈതന്യം ഉൾക്കൊണ്ട് സഭയോടൊത്തുള്ള അംഗങ്ങളുടെ കൂട്ടായ്മ കൂദാശകളിലുള്ള ഐക്യമാണ്. കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരിലും അടിസ്ഥാനപരമായി രൂപപ്പെട്ടത് കൂദാശ ജീവിതത്തോടുള്ള വലിയ ദാഹമാണ്. വിശുദ്ധ കുർബാനയിൽ പരസ്പരം ഒരുമിച്ച ആ സമൂഹത്തിൽ ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതായി. ആദിമസഭയുടെ ചൈതന്യത്തിലേക്കും വിശുദ്ധിയിലേക്കും അനേകർ വളർന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ലക്ഷ്യം വെച്ച വിപ്ലവകരമായ പരിവർത്തനത്തിന് കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വേദിയൊരുക്കി. പരിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ആദിമസഭയുടെ അടിസ്ഥാനങ്ങളായിട്ട് പറയുന്ന 4 കാര്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനം 2:42 ഉണ്ട്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. ഈ 4 കാര്യങ്ങളാണ് സഭാജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുന്നത്. ആദിമസഭയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി തന്നെയായിരുന്നു ആദിമസഭയുടേത്. ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ സജീവമായിട്ട് ആളുകൾ പങ്കുചേരാനും കുർബാന ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി കണ്ടുകൊണ്ട് അത് ആഘോഷമായിട്ട് അർപ്പിക്കാനും ഒക്കെ ആഭിമുഖ്യമുണ്ടാകുന്നതിന് ഈ മൂവ്മെൻറ്റ് കാരണമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആരംഭകാലങ്ങളിൽ ഇങ്ങനെ ആത്മാവിൽ വളരുന്ന, വചനത്തിൽ വളരുന്ന, കൂട്ടായ്മയിൽ വളരുന്ന, സഭയോടൊത്ത് വളരുന്ന മനുഷ്യരെയാണ് നവീകരണം രൂപപ്പെടുത്തിയത്. സഭ എപ്പോഴും നവീകൃതയും വിശുദ്ധീകൃതയാകണമെന്ന് പറയുമ്പോൾ ഗോയിങ് ബാക്ക് ടു ദി ഒറിജിനൽ സോഴ്സസ് എന്ന് പറയും. ആദ്യ ചൈതന്യത്തിലേക്ക്, ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകാനും ആ ചൈതന്യ അനുഭവങ്ങളെ പുതിയ കാലത്തേക്ക് സാഹചര്യങ്ങളൊത്ത് പുനരവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം, അത് വചനത്തിൻ്റെ നിറവിൽ കൈമാറപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവചനം സാധാരണക്കാർക്ക് ഹൃദയസ്പർശിയായിട്ട് മാറുകയും അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം ധ്യാനങ്ങളും കൺവെൻഷനുകളും എല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ജനിച്ചു. അങ്ങനെ വചനം പഠിക്കുന്ന, ആ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ശരിക്കും ആദ്യകാലങ്ങളിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം സഭയ്ക്ക്, കേരള സഭയ്ക്ക് സമ്മാനിച്ച അത്ഭുതങ്ങൾ തന്നെയാണ്. കേരള സഭയിൽ തഴച്ചു വളർന്ന കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ചരിത്രപ്രധാനമായ ഒരു നേട്ടമാണ് ജീസസ് യൂത്തിൻ്റെ രൂപീകരണം. ഇന്ന് ആഗോള സഭയിലെ പ്രധാന യുവജന മുന്നേറ്റമായി നിലകൊള്ളുന്ന ജീസസ് യൂത്തിൻ്റെ ഉത്ഭവം കേരള സഭയിലെ കരിസ്മാറ്റിക് സമൂഹത്തിൽ നിന്നുമാണ് എന്നുള്ളത് അഭിമാനകരമാണ്. ആദ്യകാലം മുതൽ തന്നെ ഈ യുവജനങ്ങളെ ഒന്ന് ഒന്നിച്ചു കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്ത KSTയുടെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പലരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലിസ് കുട്ടി തുടങ്ങിയവരൊക്കെ യൂത്തുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് യുവജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത ആദ്യം മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1978 ഏതാണ്ട് ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ യുവജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാമെന്നൊരു ചിന്ത വന്നു. ഫാദർ ഫിയോയുടെ ഒരു എഴുത്തും അതിന് കാരണമായി തീർന്നു. ഫാദർ ഫിയോ ഒരിക്കൽ ചോദിച്ചു, why don't you bring all the youth in the charismatic renewal together എന്നൊരു ചോദ്യം ചോദിച്ചതാണ്.
അപ്പോൾ കേരളത്തിലുള്ള നവീകരണത്തിലുള്ള യുവജനങ്ങളെ ഒന്ന് ഒന്നിച്ചു കൊണ്ടുവരുന്ന കാര്യം ഒന്ന് ചിന്തിച്ചൂടെ എന്ന അന്ന് നാഷണൽ ചെയർമാനായിരുന്ന ഫാദർ തിയോഫിലോസ് കർണാസിൻ്റെ ആ ഒരു ചോദ്യവും ഒരു പ്രോത്സാഹനവും അതിന് ഒത്തിരി സഹായകമായി. എഡ്വേർഡ് അതിനു മുമ്പ് തന്നെ വളരെ സജീവമായിട്ട് ഐക്കഫിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പം എഡ്വേർഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യുവജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് 1978 ഡിസംബറിലാണ് നല്ലൊരുക്കത്തിന് ശേഷം പല പരിശീലനങ്ങളും കുറച്ച് കാലയളവിൽ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുവജനങ്ങൾ ഒന്നിച്ചു വന്നു. പല പരിശീലനങ്ങൾ നടന്നു. 78 ഡിസംബറിൽ ക്രിസ്മസിന് ശേഷം എറണാകുളത്തുള്ള തേവര കോളേജിൽ വെച്ച് ആദ്യത്തെ ഒരു യുവജന സംഗമം, കരിസ്മാറ്റിക് യുവജന സംഗമം 78 നടന്നു. അന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവവും ഒരു വൈബ്രൻസി, ഒരു സജീവത, ഒരു സ്പോണ്ടേനിറ്റി, പരിശുദ്ധാത്മാവ് നയിക്കുന്ന അനുഭവത്തോടു കൂടിയുള്ള ഒരു സമ്മേളനം, അത് വലിയൊരു തുടക്കമായിരുന്നു. അതിനെ തുടർന്നാണ് 81 മഞ്ഞുമ്മൽ വെച്ച് നടന്ന യൂത്ത് ലീഡേഴ്സിന് വേണ്ടിയുള്ള ഒരു ഫോർമേഷൻ പ്രോഗ്രാം. അന്ന് നാഷണൽ ചെയർമാനായിരുന്ന ഫാദർ ജീനോ ഹെൻഡ്രിക്സിൻ്റെ നേതൃത്വത്തിൽ നടന്നതും YEJ പ്രോഗ്രാം, യൂത്ത് എൻകൗണ്ടർ ജീസസ് പ്രോഗ്രാം, ജോർജ് തെക്കേമുറിയച്ചൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കോളേജുകളിലും നടന്നതും. അങ്ങനെ യുവജനങ്ങൾ നവീകരണത്തിൽ സജീവമായി വരാൻ അതൊരവസരമായി. ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന കരിസ്മാറ്റിക് നവീകരണത്തിലൊരു ചിന്താധാര അത് ഒരു പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നത് പോലെ ഒരു ജീവിതശൈലിയുമാകണമെന്നുള്ളൊരു ചിന്തയിലാണ് സ്വയം അവബോധം എന്നുള്ള പേരിൽ 82 ജാനുവരിയിലാണ് മഞ്ഞുമ്മൽ വെച്ച് തന്നെ, അന്നത്തെ ഒരു പ്രധാന സെൻറ്റർ മഞ്ഞുമ്മലാണ്. 82 ജാനുവരിയിലെ മഞ്ഞുമ്മൽ വെച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള യുവജന നേതൃത്വത്തിന് പരിശീലനം നടന്നു. അങ്ങനെ 82 ജൂലൈ മുതൽ ഈ നേതൃത്വത്തിലുള്ളവർ ഒന്നിച്ചു വരുന്ന ഒരു സമിതി ഉണ്ടായി. ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇന്നും സോണുകൾക്ക് നേതൃത്വം നൽകുന്ന ചിലരെങ്കിലും ഈ ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പിൽ വർഷങ്ങൾ പരിശീലനം കിട്ടിയവരാണ്. ആ ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പാണ് 85 യുവജന വർഷത്തിൽ ഒരു വലിയൊരു കോൺഫറൻസ് പ്ലാൻ ഇടുകയും അത് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഇൻ്റർനാഷണൽ യുവജന വർഷമായ 85 നടന്ന ഒരു ഓൾ കേരള യൂത്ത് ഗാദറിങ്. ആ ഒരു ഗാദറിങ്ങിന് പേരാലോചിച്ച് ഞങ്ങൾ KST മെമ്പേഴ്സ് എല്ലാവരും കൂടെ പേര് പല പേരുകൾ ആലോചിച്ചുണ്ടാക്കിയ കാര്യമൊക്കെ ഓർക്കുന്നു. അന്ന് ഫാദർ ജോസ് പാലാട്ടിയാണ്. ഞാൻ അതിനു മുമ്പ് ഒരു ഇൻ്റർനാഷണൽ ലീഡേഴ്സ് കോൺഫറൻസിന് വത്തിക്കാനിലൊക്കെ പോയി അമേരിക്കയിൽ കൂടെയൊക്കെ പോയി വരാനുള്ള അവസരം കിട്ടിയപ്പോൾ അവിടെ നടക്കുന്ന ഒരു ജീസസ് 78, ജീസസ് 78, ജീസസ് 80-81 അങ്ങനെ ഒരു പ്രോഗ്രാം അവർക്കുണ്ട്. അതേപ്പറ്റി ഞാൻ പറഞ്ഞപ്പോഴാണ് പാലാട്ടീച്ചൻ പെട്ടെന്ന് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ജീസസ് യൂത്ത് 85 എന്ന് വിടാമെന്ന് പറഞ്ഞു. ആ KSTയിലുള്ള എല്ലാവർക്കും ആ പേര് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജീസസ് യൂത്ത് 85 എന്ന പേരോടുകൂടി അന്ന് നടന്ന ആ യുവജന കൺവെൻഷന് ഗാദറിങ്ങിന് പേരിട്ട് ആ ഒരു പ്രോഗ്രാം ഒരു യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു നാഴികക്കല്ലായി എന്ന് പറയാം. ജീസസ് യൂത്ത് 85 എന്നുള്ള പേരിൽ നിന്നാണ് ജീസസ് യൂത്ത് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും പിന്നീട് ഇന്നിപ്പോൾ അംഗീകരിച്ചൊരു മുന്നേറ്റമായി തീർന്നതും പിന്നീട് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പടർന്നു. പിന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് 90കളുടെ മധ്യത്തോടുകൂടി വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു. പിന്നെ ഭാരത സഭ അംഗീകരിച്ചു. നമ്മൾക്കെല്ലാവർക്കും അറിയാം 2016 ആഗോള സഭയും ജീസസ് യൂത്തിനെ ഒരു അന്തർദേശീയ യുവജന മിനിസ്ട്രി ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ജീസസ് യൂത്ത് വളർന്നു വന്നത്. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൽ നിന്ന് വളർന്നു വന്ന ധാരാളം നല്ല കാര്യങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ലോകത്തിന് വലിയൊരു സംഭാവനയായി തീർന്ന നല്ലൊരു കാര്യം തന്നെയായി തീർന്നു ഈ ജീസസ് യൂത്ത് എന്നുള്ളൊരു മുന്നേറ്റം. ആദ്യകാലങ്ങളിൽ മുതൽ കരിസ്മാറ്റിക് നവീകരണത്തെ ആവേശത്തോടെ സ്വീകരിച്ചവരിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ വിശ്വാസി സമൂഹവും ധാരാളം വിദ്യാർത്ഥികളും വൈദികരും സന്യസ്തരുമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളിൽ ജീവിക്കുന്ന വിശുദ്ധരായ എണ്ണമറ്റ വിശ്വാസികളിലൂടെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഇന്നും ശക്തമായി തുടരുന്നു. സാമൂഹിക സേവന രംഗങ്ങളിലും ആത്മീയ രംഗത്തും തുടങ്ങി
ഒട്ടേറെ മേഖലകളിൽ സഭയുടെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ കയ്യൊപ്പ് പതിക്കുവാൻ കരിസ്മാറ്റിക് നവീകരണത്തെ നെഞ്ചോട് ചേർത്ത അനേകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എണ്ണമറ്റ നേട്ടങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തെ പ്രാപ്തമാക്കുവാൻ കരിസ്മാറ്റിക് നവീകരണം അനേകായിരങ്ങളെ ശക്തരാക്കുമെന്ന് തീർച്ച.